രണ്ട് ചുവപ്പൻ ടീമുകൾ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ് ഞങ്ങളാണെന്ന് പറയുന്നവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ലിവർപൂളിൻ്റെതായിരുന്നെങ്കിൽ കണക്കുകളെല്ലാം വെട്ടി ചുവന്ന ചെകുത്താന്മാരിതാ തിരിച്ചു വന്നിരിക്കുന്നു. ആൻഫീൽഡിന് പിന്നാലെ ഓൾഡ് ട്രാഫോർഡിലും ലിവർപൂളിനെ തൂക്കിയടിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ലിവർപൂൾ ചാമ്പ്യന്മാരായിരുന്നെങ്കിൽ യുണൈറ്റഡ് റെലഗേഷൻ ബാറ്റിലായിരുന്നു. പക്ഷേ അറിയാമല്ലോ, ഇത് യുണൈറ്റഡ് ആണ്. തിരിച്ചുവരവുകൾ അവരുടെ DNA ആണ്. കൂടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ക്യാരിക്ക് നൽകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ യുണൈറ്റഡിന്റെ ചെങ്കൊടി പാറും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മാച്ച് ടൈറ്റിൽ റേസിനുള്ള മാച്ചായിരുന്നു അത്? അല്ല, മറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ സ്ഥാനം വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ലിവർപൂളിന് ആ സ്ഥാനം നിലനിർത്താൻ. 2023 ബയേണിനെതിരെ 1-0 എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പടിയിറങ്ങി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിന്റെ വാതിൽ 2 വർഷത്തേക്ക് കണ്ടില്ല. മറുവശത്ത് ലിവർപൂൾ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ 4-0 എന്ന സ്കോർ ലൈനിൽ എഗ്രിഗേറ്റ് സ്കോർ ലൈനിൽ പരാജയപ്പെടുന്നു PSG-ക്കെതിരെ. പക്ഷേ അവർക്ക് ആ സ്ഥാനം, ചാമ്പ്യൻസ് ലീഗിലുള്ള ആ സ്ഥാനം നിലനിർത്തണം. കഴിഞ്ഞ സീസൺ അർനെ സ്ലോട്ടിന്റെ അണ്ടറിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയ ടീം ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൽ പോലും ഇല്ലാതെ 6ാം സ്ഥാനത്തേക്കോ 7ാം സ്ഥാനത്തേക്കോ പുറന്തള്ളപ്പെടുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സാഹചര്യം തന്നെയാണ്. കാരണം തൊട്ടുപുറകിൽ വെറും 6ഉം 7ഉം പോയിന്റ് വ്യത്യാസത്തിൽ ബോർൺമൗത്തും ബ്രെൻഫോർഡും ഉണ്ട്. പറഞ്ഞതുപോലെ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിർണായകമായ മത്സരം. യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ ദേ വിൽ ഫിക്സ് ദാറ്റ് സ്പോട്ട്. മറിച്ച് ലിവർപൂൾ ജയിച്ചിരുന്നെങ്കിൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ആ റേസിൽ ആ സ്പോട്ട് ആരുടേതെന്നറിയാതെ എല്ലാ ടീമുകളുടെയും അവസരം തുറന്നു കിടക്കും. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ നിർണായക മത്സരം പ്രീമിയർ ലീഗിൽ സംഭവിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ്. ഇന്നത്തെ ഗെയിമിൽ ക്ലിയർ ആയിട്ടുള്ള 3 ഫേസസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസിൽ യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഫേസ് ആകുമ്പോഴത്തേക്ക് ലിവർപൂൾ കംബാക്ക് അടിക്കുന്നു. തേർഡ് ഫേസിൽ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിനെ കൺട്രോൾ ചെയ്ത് ലീഡ് ഉറപ്പിക്കുന്നു. ഫസ്റ്റ് 15 മിനിറ്റിൽ തന്നെ ലിവർപൂളിൻ്റെ ആ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നന്നായിട്ട് മുതലെടുത്തു. യുണൈറ്റഡ് അടിച്ച ആദ്യത്തെ 2 ഗോൾ ശ്രദ്ധിച്ചാൽ അറിയാം, പോയ ബോൾ പെട്ടെന്ന് റീഗെയിൻ ചെയ്ത് ലിവർപൂൾ അവരുടെ ഷേപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്വിക്കായിട്ട് പ്രോഗ്രസ് ചെയ്ത് നേടിയ ഗോളുകളാണ് ആദ്യത്തെ 2 ഗോളുകൾ. കോർണർ കിക്കിൽ നിന്ന് ഡിഫ്ലക്ഷൻ വന്ന ബോളിൽ മറ്റാസ് ക്യൂന ഷോട്ട് എടുക്കുന്നു. ഗ്രാവൻബർഗിനെ തട്ടി ബോൾ തിരിച്ചു വരുന്നു. ബട്ട് അതേ പൊസിഷനിൽ ആൾ അവിടെ ഉണ്ടായിരുന്നു വേറെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റാസ് ക്യൂന സ്കോർസ് ഫോർ യുണൈറ്റഡ്. അത് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കളിയുടെ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഈ സ്ലൊവേനിയൻ ഇന്റർനാഷണൽ ലേറ്റ് ഗോളിലോ ഏക ഗോളിലോ ആണ് യുണൈറ്റഡിൻ്റെ പല മാച്ചുകളിലും ഈ സീസണിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ബോൾ ദ മാഗ്നിഫിക് ഓഫ് യുണൈറ്റഡ് ബ്രൂണോ ഷെസ്കോക്ക് നൽകി. അവിടെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. വുഡ്മാൻ്റെ ഒരു ബ്രില്യൻ സേവ്. ആ ബോൾ വീണ്ടും യുണൈറ്റഡ് റീഗെയിൻ ചെയ്യുന്നു. ദിസ് ടൈം ഷെസ്കോ ഉറപ്പുവരുത്തി യുണൈറ്റഡ് അവരുടെ 2ാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ ഒരു ഹാൻഡ് ബോൾ ഉണ്ടോ എന്നുള്ള വീഡിയോ അസിസ്റ്റന്റ് റെഫറി ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ആ മൂമെൻറ്റിൽ ഷെസ്കോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ആൾക്ക് ഉറപ്പായിരുന്നു താൻ അടിച്ച ഗോളിൽ ഷെസ്കോക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ബോളിൽ ഗോൾ കീപ്പറിന് ഡിഫ്ലക്ഷൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തേനെ. ഏറ്റവും കൂടുതൽ സിംഗിൾ അസിസ്റ്റ് ഒരു സീസണിൽ എടുത്തു എന്നുള്ള റെക്കോർഡ്, അതായത് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഒരു സിംഗിൾ സീസണിൽ എടുത്തു എന്നുള്ള റെക്കോർഡ് ബ്രൂണോ അവിടെ ക്രിയേറ്റ് ചെയ്തേനെ. സാക്ഷാൽ തിയറി ഹെൻറിൻ്റെയും കെവിൻ ഡെബ്രോയിൻ്റെയും ഒപ്പത്തിനൊപ്പം ബ്രൂണോ ഫെർണാണ്ടസ് എത്തിയേനെ. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ലിവർപൂളിൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു. അത് സൊബോസ്ലെ എന്ന താരത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പറയാതെ നിൽക്കാൻ പറ്റില്ല. പല തവണ ഈ സീസണിൽ നമ്മൾ കണ്ടതാണ് സൊബോസ്ലെ ഒരു ഗോൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗോളിൽ ലീഡ് നേടിക്കൊടുക്കുന്നു. ബട്ട് ലിവർപൂൾ പിന്നീട് ആ കളി പരാജയപ്പെടുന്ന കാഴ്ച, അല്ലെങ്കിൽ ഡ്രോ ആവുന്ന കാഴ്ച. ഈ ഗെയിമിലും അതേ ഒരു സാഹചര്യമായിരുന്നു ലിവർപൂളിന്. സൊബോസ്ലെൻ്റെ ബ്രില്യൻ്റ് എഫേർട്ടിൽ ഒരു ഗോൾ അടിച്ചു. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പറിൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കിൽ കാക്പോ ഗോൾ സ്കോർ ചെയ്ത് ഗെയിം അവിടെ ലിവർപൂൾ ഓൾഡ് ട്രാഫോർഡിൽ ഈക്വലൈസ് ചെയ്തു. പക്ഷേ ആ ഈക്വലൈസറിൻ്റെ ലൈഫ് 77ാം മിനിറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് റുബൻ അമോറിമിൻ്റെ അണ്ടറിൽ പ്രോപ്പർ സ്റ്റാർട്ട് ആൾക്ക് ലഭിച്ചില്ല. ലോണിന് മറ്റ് ടീമുകളിലേക്ക് പോകുമെന്ന ടോക്ക് വരെ ഉണ്ടായിരുന്നു. ബട്ട് മൈക്കൽ കാരിക് വരുന്നു, ആ പ്ലെയറിനെ വിശ്വസിക്കുന്നു. കെസമേറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു പാർട്ണർഷിപ്പ് ആൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി. പല മാച്ചിലും യുണൈറ്റഡിൻ്റെ ഒരു എഞ്ചിനായി ആൾ മാറി. ഈ മാച്ചിലും യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഫിക്സ് ചെയ്തതും ഈ ഒരു പ്ലെയറിലൂടെയാണ്. കോബെ മൈനു, ദ അക്കാഡമി ഗ്രാജുവേറ്റ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലിവർപൂളിൻ്റെ വുഡ്മാനിനെ ചലിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഓൾഡ് ട്രാഫോർഡിൽ 77ാം മിനിറ്റിൽ റെഡ് ഡെവിൾസിന് മുമ്പിൽ വെച്ചിട്ട് ബാക്കിൽ നിന്ന് വന്ന
എന്നൊരു കാൽക്കുലേറ്റഡ് ഷോട്ട് തൊടുത്തുവിട്ടു. അങ്ങനെ 2 വർഷത്തിന് ശേഷം യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സംസാരിക്കേണ്ടത് ഈ കോച്ചിനെ കുറിച്ച് തന്നെയാണ്. മൈക്കൽ കാരിക് എന്ന കോച്ച് ഒരു കാലത്ത് യുണൈറ്റഡ് പ്ലെയർ ആയിരുന്ന ആള് ഇപ്പോൾ യുണൈറ്റഡിനെ എന്ത് വില കൊടുത്തും രക്ഷിക്കാൻ തയ്യാറായിട്ട് യുണൈറ്റഡിനെ ആഴത്തിൽ പഠിച്ച ആ കോച്ച് 4 മാസം കൊണ്ട് ആൾ യുണൈറ്റഡിനെ മാറ്റി എന്നതിൽ ഒരു സംശയം വേണ്ട. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുന്നു, മിക്കൽ ആർട്ടേറ്റയുടെ ആർസണലിനെ പരാജയപ്പെടുത്തുന്നു, യുണൈ എമറിയുടെ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തുന്നു, ലിയാം റോസനേറിന്റെ ചെൽസിയെ പരാജയപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതാ അർനെ സ്ലോട്ടിന്റെ ലിവർപൂളിനെ പരാജയപ്പെടുത്തി 2026-27 ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കോച്ച് ഇന്ത്യൻ മാനേജറിൽ നിന്ന് മാറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർമനന്റ് കോച്ചായി മാറട്ടെ. ഇനി എന്താണ് ലിവർപൂളിന്റെ ചാമ്പ്യൻസ് ലീഗ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ നിലവിലുള്ളത് 4ാം സ്ഥാനത്താണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ അവർ ഫിനിഷ് ചെയ്യണം. അതിനുവേണ്ടി പ്രീമിയർ ലീഗിലെ അടുത്ത ലിവർപൂളിന് വരുന്ന 3 മത്സരങ്ങളും എഗെയിൻസ്റ്റ് ചെൽസി, എഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല, എഗെയിൻസ്റ്റ് ബ്രെൻഫോർഡ് നിർണായകരമാണ്. ആസ്റ്റൺ വില്ല 5ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് യൂറോപ്പ ലീഗ് വിന്നേഴ്സ് ആവുകയാണെങ്കിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രീമിയർ ലീഗ് ടീമും ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യും. ഈ മാച്ച് കഴിയുമ്പോഴും ലിവർപൂൾ ക്വാളിഫൈ ചെയ്യോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നു.